വിദ്യാർത്ഥികൾ മിമിക്രി അവതരിപ്പിക്കാൻ വേണ്ടി ഒന്ന് കാത്തു നിൽക്കുകയാണ്. നമുക്ക് ഓരോരുത്തരായിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എന്താ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഋതിക് റോഷൻ ഇവിടെ അണിഞ്ഞൊരുങ്ങിയപ്പോൾ ഞാൻ എന്തോ വേണം? പ്രിയമുള്ളവരെ, ഋതിക് റോഷനെ നമ്മൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. എന്തായാലും ഋതിക് റോഷനെ നേരിട്ട് കാണാൻ പറ്റിയ ഒരു സുവർണാവസരം കൂടിയാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യാണ്. മിസ്റ്റർ ഋതിക് റോഷൻ, വിളിച്ചിറക്കവനെ പെട്ടെന്നാവട്ടെ. ഓ, ആരുടെ ഋതിക് റോഷൻ എന്ന് പേരിട്ട്? നീ ആ ഋതിക് റോഷൻ? നിന്നെ കണ്ട ദൃഷ്ടിക്ക് ദോഷം വരുമല്ലടാ. പെറ്റ തള്ള സഹിക്കില്ല. ഡാ അങ്ങോട്ടൊന്നും പോവല്ലേ, ഫുൾ വയറുകളാണ്, കറണ്ട് അടിച്ച് മരിക്കും നീ. നിങ്ങക്ക് അത് ശരി, നീ നല്ല ഊത്തുകാരനാടെ. മതി, ഊതിയത് മതി, ഇങ്ങ് വാ. അറിയാലോ, ഇവിടെ മാന്യമായിട്ടൊരു പരിപാടി നടക്കുകയാണ്. അടുത്ത് എനിക്കിട്ട് ഊതിക്കോ. എടാ, ഞാൻ ആരാണെന്ന് മനസ്സിലായ? സാറ് മിമിക്രി അധ്യാപകൻ. 27 കുഞ്ഞുങ്ങളെ മിമിക്രി പഠിപ്പിച്ച് മലയാള സിനിമയിലേക്ക് കയറ്റി വരുന്ന ഒരു അധ്യാപകനാണ്. നന്നായി വരട്ടെ, ഞാനും എന്റെ കുടുംബവും. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം വീക്ഷിച്ചു കഴിഞ്ഞാൽ, നിന്റെ തന്ത എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞു നിന്നെ മിമിക്രി പഠിപ്പിച്ച് സിനിമയിലേക്ക് കയറ്റണമെന്ന്. അപ്പൊ പോക്കറ്റിൽ നിന്ന് കൈയിട. നീ എന്തിനാണ് പോക്കറ്റ് കൈയിടുന്നെന്ന് എനിക്കറിയാം. എടുത്ത് വെളിയിലിട്. ഇങ്ങോട്ട് മര്യാദയ്ക്ക് വിടുന്നില്ല. അറിയാലോ, ഏത് താരത്തെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്താലും ആദ്യം അവരുടെ ഭാവം, കൈകളുടെ പിന്നെ ആക്ഷൻസ്, മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ് വിത്ത് ഡയലോഗ്, ഇതെല്ലാം വളരെ പെർഫെക്റ്റ് ആയാൽ മാത്രമേ നീ യഥാർത്ഥ മിമിക്രി ആർട്ടിസ്റ്റ് ആകൂ, നിനക്ക് സിനിമയിലേക്ക് അഭിനയിക്കാൻ പറ്റൂ. അറിയാലോ, നിനക്ക് ആദ്യമായിട്ട് ഏത് താരത്തെയാണ് പഠിക്കേണ്ടത്? പറഞ്ഞോളൂ. നീ പാട്ട് പാടുവോ? ശരി, ആദ്യം നിന്റെ കലാവിരുന്ന് എനിക്കൊന്ന് ആസ്വദിക്കണം. ശരി, ആദ്യമായിട്ട് ഏത് പാട്ടാ പാടാൻ പോകുന്നത്? മാക്സിമം തുപ്പൽ അതിനകത്തുണ്ട്. നീ ആയിട്ട് ഇനി നിറയ്ക്കണ്ട. നിനക്ക് ചെയ്യാനുള്ളത് ചെയ്തിട്ട് പോ. ഞാൻ പാട്ട് പാടാനോ മൂക്കറ് പറയാനോ കഥ പറയാനാണ് വന്ന. ശരി, ആദ്യം നീ ആ മിമിക്രി ഏതാണ് ചെയ്യാൻ പോകുന്നത്? അല്ല, പാട്ട്. ശരി, പാട്ടെങ്കിൽ പാട്ട് പാടിക്കോ. കമലഹാസന്റെ പാട്ട് പാടും. അവ്വ ഷൺമുഖി. നമുക്ക് എല്ലാവർക്കും അവ്വ ഷൺമുഖിയിലെ പാട്ട് കേൾക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, സാറ് താളം ഇട്ട് തരും. അതാ രീതിയിൽ അങ്ങ് പാടിക്കണം കേട്ടാ. റെഡി? 1 2 3 4. വന്നില്ലേ? വരുത്തടാ. അടിയിന്ന് പിടി. 4ാമത്തെ കട്ടയ്ക്ക് പിടി. ആ, കറക്റ്റ്. കുറച്ചുകൂടെ കയറ്റിക്കോ. ആ, മതി, അത് മതി. എടുത്തിഞ്ഞ് വെളിയിലിട്. ആ, പോരട്ടെ പോരട്ടെ. മ്യൂസിക്കല്ല നീ തന്നെ. ഇത്ര സുമ്മ പറഞ്ഞല്ലേ ഇപ്പൊ കൊരവള്ളി കുരുങ്ങി ചത്തന. ശരി, ഇതല്ലാതെ വേറെ എന്താ ചെയ്യാൻ പോകുന്നത്? അടുത്ത ഒരു പാട്ടും വേണ്ട. നിനക്ക് ഏതെങ്കിലും താരത്തെ സിനിമ? ആ, ശരി. ആരെയാണ് ആദ്യമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ പോകുന്നത്? സുരേഷ് ഗോപി. ആ, സുരേഷ് ഗോപി അറിയാലോ. ശരി, എന്നാ എടുത്തോ. ആ, മതി. വലിച്ചു വാരി വന്ന് ചവിട്ടി കുടഞ്ഞ് എടാ വാടച്ചു പിടിയടാ. ഇതാണടാ സുരേഷ് ഗോപി. ഞാൻ നേരത്തെ പറഞ്ഞു, ഏത് താരത്തെ ഇമിറ്റേറ്റ് ചെയ്താലും ആദ്യം അവരുടെ രൂപം, ഭാവം, മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ് വിത്ത് ഡയലോഗ്, ഇതെല്ലാം ക്ലിയർ ആയിട്ട് ചെയ്ത് എല്ലാം കൂടെ എടുത്ത് വെളിയിലിട്ടല്ലേ. എടുത്തകത്ത് കയറ്റ്. ശരി, നിനക്ക് ആദ്യമായിട്ട് ഏത് താരത്തെയാണ് അനുകരിച്ച് കാണേണ്ടത്? നരേന്ദ്രപ്രസാദ്. ഞാൻ നരേന്ദ്രപ്രസാദിനെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാന്നുള്ളത്, പുള്ളിയുടെ കൈകളുടെ സംഭവമുണ്ട്, മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ് ഉണ്ട്, വിത്ത് ഡയലോഗ് ഉണ്ട്. ഇതെല്ലാം ക്ലിയർ ആയിട്ട് നീ വാച്ച് ചെയ്തോണം. ഇത് കഴിഞ്ഞിട്ട് മക്കളെ കൊണ്ട് ഞാനിവിടെ എടുപ്പിക്കും കേട്ടാ. ശരി, ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്തോ. നരേന്ദ്രപ്രസാദ്. പതിനാറ് കൊല്ലം മുമ്പ് നെറ്റി വിളർന്ന് ചോര വീണ പുഴക്കരയിലെ പൂഴിമണ്ണുവാരി കയ്യിലെടുത്ത് ഈ അപ്പനൊരു പ്രതിജ്ഞ എടുത്തിരുന്നു. അത് മാറ്റാൻ സൂര്യൻ പടിഞ്ഞാറന്ന് മുതിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ. കണിമംഗലം കോവിലകത്തിന്റെ നാശം പൂർണ്ണമാകട്ടെ, അതിന്റെ മേൽക്കുല നിരമുത്തട്ടെ, എന്നിട്ട് ആലോചിക്കാം മാപ്പന്റെ വാക്ക് മാറ്റുന്ന കാര്യം. ഇനി എനിക്കൊന്നും പറയാനില്ല, കേൾക്കാനും ആയുസിനു വേണ്ടി ഉറക്കെ പ്രാർത്ഥിച്ചു കൊള്ളുക. ആയുഷ്മാൻ ഭവ.